പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നു. നമുക്ക് വേഗത്തിൽ വചനങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പ്രത്യാശ ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു പ്രത്യാശ നമുക്ക് വേണം. പ്രത്യാശ മുറുകെ പിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ദൈവം, നമ്മൾ നിർമ്മിക്കുന്നതല്ല, ദൈവം നമുക്ക് നൽകുന്നതാണ്. നമുക്ക് നൽകുന്ന പ്രത്യാശയിൽ നമ്മൾ ബലപ്പെടുക. കർത്താവ് നമുക്ക് പ്രത്യാശ നൽകുന്നത് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ഉറപ്പാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ബാക്കി നമ്മൾ ഇന്നലെ പ്രത്യാശയെ പറ്റി കേട്ടു. അതിനുശേഷം വചനം പറഞ്ഞതുപോലെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലൂടെയുള്ള സന്തോഷം. അപ്പൊ എന്താണ് വിശ്വാസം എന്ന് കേൾക്കാം. പലപ്പോഴും കേട്ട് കാണാപ്പാടം അറിയാവുന്ന നമുക്കൊരു വാക്യമാണ്. ഞാൻ വേഗത്തിൽ ആ വാക്യത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനത്തിന്റെ അകത്ത് അവിടെ കണ്ടിരിക്കുന്നത് പോലെ തന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, പരിചിതമായ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. നിങ്ങൾ ആ വാക്ക് നോക്കി. Now faith is the substance of the things hoped for, the evidence of the things not seen. നമ്മൾ കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസ് ആണ്, കാണാത്ത കാര്യങ്ങളുടെ തെളിവാണ് വിശ്വാസം. അപ്പൊ നിങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോക്സ് ആയിട്ട് ചിന്തിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോക്സ്, നമുക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് കിട്ടുന്നത് പോലെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോക്സ് പോലെ ചിന്തിക്കുക. അപ്പൊ ബൈബിൾ മലയാളത്തിൽ പറയുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി ഒരു വാക്ക് പറഞ്ഞത് എവിഡൻസ് ഓഫ് ദ തിങ്സ് നോട്ട് സീൻ. കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസ്, ഒരു തെളിവാണ് വിശ്വാസം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തെളിവാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബർത്ത്ഡേക്കും ഒക്കെ മറ്റ് കല്യാണത്തിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ? ഗിഫ്റ്റ് കൊടുക്കുന്നയാൾക്ക് എന്താണോ ഗിഫ്റ്റ് ലഭിക്കുന്നത്, ആ വ്യക്തിക്ക് അത് എപ്പോഴാണോ തുറന്നു നോക്കുന്നത് ആ നിമിഷം വരെ അതെന്തായിരിക്കും? ആ വ്യക്തിക്ക് അത് മറവായിട്ടിരിക്കും അല്ലേ? ആ വ്യക്തിക്ക് അത് കാണാൻ കഴിയാതെ ആ കാര്യം മറവായിട്ടിരിക്കും. എപ്പോഴാണ് ആ വ്യക്തി ആ ബോക്സ് തുറന്ന് അതിൻ്റെ അകത്തുള്ള അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് കാണാൻ കഴിയത്തുള്ളൂ. അതുവരെ ഗിഫ്റ്റ് മറച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നു ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആണ്. നോക്കി, ദ തിങ്സ് നോട്ട് സീൻ, കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസ് ആണ്. അപ്പൊ കാണാത്ത കാര്യങ്ങളെ മറച്ചു പിടിക്കുന്ന ഒരു ബോക്സ് ആണ് ഫെയ്ത്ത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കാണാത്ത കാര്യങ്ങളുടെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഫോർ ദ ബൈ ദ എൽഡേഴ്സ് ഒബ്റ്റെയിൻ ദ ഗുഡ് ടെസ്റ്റിമണി. ഇതിനാലല്ലോ പൂർവികന്മാര് സാക്ഷ്യം പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ പൂർവ്വ പിതാക്കന്മാര് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പ്രാപിച്ചിരിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ തെളിവുള്ളത് കൊണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ ഒന്നുകൂടെ പറയാം, ബൈബിളിൽ നമുക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ നോക്കി, വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ, ആ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എവിഡൻസ്, നമുക്കൊരു എവിഡൻസ് പറയുമ്പോൾ സാധാരണ ഈ കേസിന്റെ ഒക്കെ കാര്യങ്ങളിൽ വക്കീലന്മാരും കോടതിയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല എവിഡൻസ്, തെളിവ്. കോടതി ചെല്ലുമ്പം എന്നാ പ്രതിയാണെങ്കിലും എന്നാ നിരപരാധിയാണെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ്? അപ്പൊ എവിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ? ഇനിയിപ്പോ ഒരു വ്യക്തി കൊലപാതകം ചെയ്ത് ചെന്നാൽ പോലും ആ വ്യക്തി കൊലപാതകം തെളിയിക്കണമെങ്കിൽ, അദ്ദേഹം ചെയ്ത തെറ്റാന്നിരിക്കട്ടെ, കൊലപാതകം തെളിയിക്കണമെങ്കിൽ പോലും ജഡ്ജി ചോദിക്കും തെളിവ് എന്താണ് എവിഡൻസ്. അപ്പൊ എവിഡൻസിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. അയാളിന് കൊലപാതകം ചെയ്തെന്നിരിക്കട്ടെ, പക്ഷെ അയാളെ ശിക്ഷിക്കണമെങ്കിൽ തെളിവുകൾ ആവശ്യമാണ്. അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ തെളിവ് എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് പറയുമ്പോൾ എവിഡൻസ് ഓഫ് ദ തിങ്സ് നോട്ട് സീൻ, കാണാത്ത കാര്യങ്ങളുടെ തെളിവാണെങ്കിൽ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഈ തെളിവ്? എന്താണ് എവിഡൻസ്? വിശ്വാസത്തിന്റെ എവിഡൻസ് എന്തുവാ? അത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്, ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നത്, ഉറപ്പ്. ഞാൻ ആദ്യം പറഞ്ഞു, വിശ്വാസം എന്നതൊരു ബോക്സ് ആണെന്ന് സങ്കല്പിക്കുക. വിശ്വാസത്തിന്റെ അകത്ത്, ഈ ബോക്സിന്റെ അകത്ത് ഒരു എവിഡൻസ് ഉണ്ട്.
അപ്പൊ വിശ്വാസത്തിന്റെ അകത്തുള്ള എവിഡൻസ്, വിശ്വാസമാകുന്ന ബോക്സിന്റെ അകത്തിരിക്കുന്ന എവിഡൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ വാക്യം നോക്കിക്കേ. ഇതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. എന്നിട്ട് പറയാണ്, ഈ കാണുന്ന ലോകത്തിൽ ദൃശ്യമല്ലാത്ത കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വെയർ ഫോംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവം എങ്ങനെ സൃഷ്ടിച്ചത്? വചനത്താലാണ് നിർമ്മിച്ചത്. അതെങ്ങനെ നമ്മൾ അറിയുന്നു? വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിച്ചോട്ടെ, വിശ്വാസം എന്ന ബോക്സിന്റെ അകത്തിരിക്കുന്ന തെളിവ്, ആ ഒരു എന്താ പറയുക, എവിഡൻസ് എന്തായിരിക്കും? വചനം. ആമേൻ. അപ്പൊ വചനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ എവിഡൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, കോടതി ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ജഡ്ജി ചോദിക്കും, ഈ വ്യക്തി തെറ്റ് ചെയ്തെങ്കിൽ പോലും, ഇനി നിരപരാധി ആയിക്കോട്ടെ, നിരപരാധി ആണെങ്കിൽ അദ്ദേഹത്തെ വെറുതെ വിടണമെങ്കിൽ എന്തു വേണം? തെളിവ് വേണം. ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമോ? നിങ്ങൾ പറയത്തില്ലേ, ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയും ഒക്കെ ഒരു ദൈവപ്രവൃത്തി എനിക്ക് വേണം. എനിക്കിപ്പോൾ പറയും, ബ്രദറെ, ഇപ്പം ഞാൻ ചോദിക്കും, സിസ്റ്ററെ വിശ്വസിക്കുക, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്നുള്ളതല്ല വിശ്വസിക്കേണ്ടത്, പകരം നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ? ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തെളിവ് വേണം, എവിഡൻസ് വേണം. നോക്കിക്കേ, എവിഡൻസ് ആണ് നമ്മുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്. ഇപ്പൊ വിശ്വാസം കൊണ്ട് അതിനെ മൂടിയിരിക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ പറയാ, ബ്രദറെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എവിഡൻസ് ഉണ്ട്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? കാണാത്ത കാര്യങ്ങൾ നടക്കും, എൻ്റെ ജീവിതത്തിൽ നടക്കും എന്നതിന്റെ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ, എവിഡൻസ് എന്നാന്ന് ചോദിച്ചാൽ വചനമാണ്. അപ്പൊ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ഇല്ല എങ്കിൽ, അതുകൊണ്ടാണ് ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടായിരുന്നല്ലേ, ആ വിത്തിനെ പറ്റി ഉപമ പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, പിശാചു വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകൊണ്ട് പോവും. എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്? ഈ ലോകത്തിന്റെ ചിന്തകളാലും. അപ്പൊ ഈ ലോകത്തിന്റെ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ എവിഡൻസ് എടുത്തുകൊണ്ട് പോവുക. കൊട്ടുകൊടുക്കരുത്, എവിഡൻസിനെ വിട്ടുകൊടുക്കരുത്. എന്ത് ചെയ്യണം? ആ എവിഡൻസ് മുറുക്കെ പിടിക്കണം. അതല്ലേ പറഞ്ഞത്, കോടതി ചെല്ലുമ്പോൾ വക്കീല് പറയും, ഈ വ്യക്തി നിരപരാധിയാണ്. ഉടനെ ജഡ്ജി വയ്ക്കും, കാര്യമൊക്കെ ശരിയാ, എന്നാ തെളിവ്? അപ്പൊ വക്കീൽ ഇങ്ങനെ എവിഡൻസുകൾ ഇങ്ങനെ നിരത്തും, അല്ലേ? കണ്ടോ, ഇന്ന സമയത്ത് ഇവിടെ വന്നു, ഇന്ന സമയത്ത് അവിടെയായിരുന്നു, കൊലപാതകം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തി അവിടെ ഇല്ല, ഇയാൾ നിരപരാധിയാണ്, കാര്യം ഈ സമയത്ത് അവിടെ ഇല്ല. അവനും എന്തുകൊണ്ട് ഈ കോടതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി, അല്ലേ? അപ്പൊ ഒരാൾ പറയുന്നു, പ്രതിഭാഗം പറയുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഒരാൾ പറയുകയാണ്, ഈ വ്യക്തി ഇന്നലെ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് അവിടെ കണ്ടായിരുന്നു, ഇയാൾ അതിലെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു, ഇയാൾ ആ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും വാർത്താ ചാനലിൽ കാണുമ്പോൾ കാണാറില്ല പല പല തെളിവുകൾ ഇങ്ങനെ നിരത്തുന്നത്, CC ക്യാമറ ദൃശ്യങ്ങൾ. ഉടനെ എന്ത് ചെയ്യും? എതിർഭാഗം വക്കീൽ അല്ലെങ്കിൽ അനുകൂലമായി നിൽക്കുന്ന വക്കീൽ പറയും, ഇല്ല, ഇന്ന സമയത്ത് ആ വ്യക്തി ഇന്ന സ്ഥലത്തായിരുന്നു, അവിടുത്തെ ഹോട്ടൽ ബില്ലുകളും അദ്ദേഹം സഞ്ചരിച്ചതായിട്ടുള്ള പാതകളും അവിടുത്തെ CC ക്യാമറ ദൃശ്യങ്ങളും തെളിവുകളായി കൊണ്ടുവരുന്നു. അപ്പൊ എവിഡൻസിന്റെ പ്രാധാന്യം എന്തുവാ? എവിഡൻസിന്റെ പ്രാധാന്യം പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന എവിഡൻസ് ആണ് എൻ്റെ ഫെയ്ത്ത്. ഇപ്പൊ മനസ്സിലായി? അപ്പൊ ദൈവം നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഇല്ല, പക്ഷെ ഭയങ്കര പ്രാർത്ഥനയാ, പക്ഷെ എവിഡൻസ് ഇല്ല. നോക്കിയേ, എവിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ, ഇതുകൊണ്ടാണ് വചനം ശ്രദ്ധിച്ചത്. അപ്പൊ യേശുക്രിസ്തു പലപ്പോഴും വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കും, എൻ്റെ കൊച്ചു അല്ല, നമ്മുടെ അകത്ത്. അപ്പൊ എന്തിനാ ഇത് പറഞ്ഞത്? വിശ്വസിക്കുക എന്ന് യേശു പറയുന്നതിന്റെ കാരണം, കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വചനം വേണം. എന്താണ് ഈ വചനം? വചനമാണ് എൻ്റെ വിശ്വാസത്തിന്റെ പവർ. എനിക്ക് വിശ്വാസം ഉണ്ടെന്ന്, ബ്രദറെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറയുന്നതല്ല വിശ്വാസം. ബൈബിളിൽ എന്ത് വചനം പറയുന്നു അതാണ് എൻ്റെ തെളിവ്. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്നറിയാവോ? എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടന്നാൽ മതിയായിരുന്നു, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ശരിയായാൽ മതി. ഇത് വിശ്വാസമല്ല കേട്ടോ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതിയായിരുന്നു, ഇത് വിശ്വാസമല്ല. കയ്യിൽ തെളിവ് വേണം. നോക്കി, ഇതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പൊ അവരിൽ എന്തുണ്ടായിരുന്നു? വാക്തത്വങ്ങൾ ഉണ്ടായിരുന്നു. ആരാണ് ഈ പൂർവികന്മാരെന്ന് പറഞ്ഞാൽ? ഉൽപ്പത്തി പുസ്തകം മൂലം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വിശ്വാസം ആരംഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അബ്രഹാം പിതാവിനോട് തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ ബഹുജാതിക്ക് പിതാവാക്കും. ഈ ഒരു വാക്തത്വം, പ്രൂഫ് കയ്യിലിരിപ്പുണ്ട്. ഞാനത് എപ്പോഴും പറയുന്നല്ലേ, അബ്രഹാമിന്റെ കൈവശം ഇരിക്കുന്ന തെളിവ്, ഞാൻ നിന്നെ ബഹുജാതിക്ക് പിതാവാക്കും.
ഇതും കൈ പിടിച്ചുകൊണ്ടാണ് അബ്രഹാം ഇറങ്ങിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് ദൈവം വേണമെങ്കിൽ ദൈവത്തിന് ഒറ്റ സെക്കൻഡ് കൊണ്ടൊന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞ കണ്ണടക്കിയ കണ്ണ് തുറക്കുമ്പോൾ അവരെ കനാൻ ദേശത്തിൽ എത്തിക്കാം, പാലും തേനും ഒഴുകുന്ന ദേശത്തെത്തിക്കാം. പക്ഷെ ഓരോ വഴിയിലും ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. അപ്പൊ ചിലരെന്ത് ചെയ്തു? അവര് കനാൻ ദേശം എന്ന് പറയുന്നത് അവര് നോക്കുന്നത് പാലും തേനും ഒഴുകുന്ന ഒരു ദേശമായിട്ടല്ല, പകരം ദൈവം പറഞ്ഞ വാക്കായിട്ട്. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, യഹോവ അത് നമുക്ക് കാണിക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല. അപ്പൊ യഹോവ കാണിക്കുന്നത് കൊണ്ടാണ്, യഹോവ പറഞ്ഞത് കൊണ്ടാണ് നമുക്കതിൽ. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് യഹോവ എവിടെ എത്തിക്കും. യഹോവ ഞങ്ങളെ അപ്പം ഒരു വ്യക്തി വചനം കയ്യിൽ വെച്ചുകൊണ്ട് പറയണം, ഇതൊരു തെളിവാണ്, ദൈവപ്രവൃത്തിയെ എന്നിലേക്ക് കൊണ്ടുവരുന്ന തെളിവാണ് ഈ വചനം. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുന്നതല്ല, എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നതാ വിശ്വാസം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവാണ് എൻ്റെ വിശ്വാസം എന്ന് പറ. എന്റെ കയ്യിൽ തെളിവാണ് എന്റെ വിശ്വാസം. ആമേൻ. ഇപ്പൊ ബൈബിളിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിന്റെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, നോക്കി, കർത്താവിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു തെളിവ് വേണം. ആമേൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഒരു കാര്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം, കർത്താവെ എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവാണ് ദൈവപ്രവൃത്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കി തീർക്കുന്നത്. ആമേൻ. അപ്പൊ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ ഒരു തെളിവ് പിടിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുക, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വല്ലതും നടക്കുവോ ബ്രദറെ? ഞാൻ കർത്താവെ ഇന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഉള്ളിലകത്തൊരു സംശയം വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ വചനം കേൾക്കുന്ന വ്യക്തി, വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി പറയും, ഇതെന്റെ തെളിവാണ്, ദൈവപ്രവൃത്തി. അതാണ് ആ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വാക്കോടെ പ്രയോഗിച്ചത് കണ്ടില്ലേ? നിങ്ങൾ നോക്കിക്കേ, ബൈ ഫെയ്ത്ത് ഈസ് we understand now faith is a substance of the things hoped for, the evidence of the things not seen. കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസ് ആണ്. അതിൻ്റെ അർത്ഥം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും കാണുന്നില്ല എങ്കിൽ ഭാരപ്പെടരുത്, തെളിവ് കയ്യിലുണ്ട്. നടക്കും എന്നതിന് തെളിവ് എന്തുവാ? ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. അതല്ല വേണ്ടത്, ദൈവം ചെയ്യുമെന്നുള്ളതിന് എന്നാ തെളിവ്? ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത് തരും എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ്? ഒന്ന് പറ, എന്താ തെളിവ്? വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വചനം പറഞ്ഞ് നമുക്ക് സൗഖ്യം വന്നെങ്കിൽ അത് തെളിവാണ്. അപ്പൊ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ബ്രദറെ ബൈബിളിൽ ഉള്ളത് കൊണ്ട് ഞാൻ, ചിലർ പറയത്തില്ല ബ്രദറെ ഞാൻ വചനം ഏറ്റു പറയുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കണം, വചനം ഏറ്റു പറയാൻ വേണ്ടി മാത്രം ഉള്ളതല്ല, വചനം എനിക്കൊരു തെളിവാണ്. ഇത് കൈവശം ഉണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാതിരിപ്പാൻ കഴിയത്തില്ല. അപ്പൊ ഈ തെളിവ് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് വചനം പറയേണ്ടത്. ഇത് കയ്യിലുണ്ടെങ്കിൽ, ബൈബിൾ വചനം കയ്യിലുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് എത്ര വചനങ്ങൾ കാണാപ്പാടം അറിയാം? വളരെ ചുരുക്കമല്ലേ? വളരെ ചുരുക്കമായിട്ടല്ലേ നമ്മുടെ കയ്യിൽ വചനം. നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയാം, നമ്മൾ ഇന്നാൾ എടുത്തിട്ടുള്ളതെങ്കിൽ പോലും ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പെട്ടെന്നൊന്ന് പോവാം. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം, അതിന്റെ 8-ാമത്തെ വാക്യം വിത്തിന്റെ ഉപമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. നോക്കി, ഇവിടെ നിങ്ങൾ നോക്കി, പാറമേൽ വിതയ്ക്കപ്പെട്ടതോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല, തൽക്കാലം അവർ വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങിപ്പോകുന്നു. ഓക്കെ, പരീക്ഷാ സമയത്ത് അവർ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോകുന്നു. അപ്പൊ എന്താണ് ഈ പരീക്ഷാ സമയം? ഒന്ന് പറ, എന്താണ് ഈ പരീക്ഷാ സമയം? ഷോളിയും കുറിച്ച് കഷ്ടപ്പാട് വരുമ്പോ, എന്താണ് പരീക്ഷ? പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം. വെയിറ്റിംഗ് ടൈം.
ശോധനാ സമയം. ഒരു സഹോദരി കറക്റ്റ് ആയിട്ട് പറഞ്ഞു, വെയിറ്റിംഗ് സമയം, വെയിറ്റിംഗ് ടൈം അല്ലെ. നമുക്ക് പ്രാർത്ഥിച്ച കാര്യങ്ങൾ കൺമുമ്പിൽ നടക്കാതെ വരുമ്പോൾ ഒരു ടൈം ഞാൻ പറഞ്ഞല്ലോ, നടക്കാതെ വരുന്നതാണ് പരീക്ഷാ സമയം. നോക്കിക്കേ, നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ബ്രദർ പറഞ്ഞ വചനം കൈയടിച്ച് ഏറ്റെടുത്തു, കൈക്കൊള്ളുന്നവരെങ്കിലും വേരിറങ്ങുന്നില്ല. എന്താ വേരിറങ്ങാത്ത കാര്യം? സാഹചര്യം അതേപോലെ തന്നെ നിൽക്കുന്നു, മാറുന്നില്ല. അവർ തൽക്കാലം വിശ്വസിക്കുന്നു, പക്ഷെ പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോകുന്നു, കയ്യിൽ നിന്ന് ഇതങ്ങ് വിട്ടുകളയും. ആ സമയത്ത് എന്ത് ചെയ്യും? ഞാൻ കുറെ പ്രാർത്ഥിച്ചു, എനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. കൈ തെളിവിരിപ്പുണ്ട് നടക്കുന്നുള്ളതിന്റെ. നോക്കിക്കേ, എവിഡൻസ് ആണ്. വിശ്വാസം ഒരു എവിഡൻസ് ആണ്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്ന ഒരു ബോക്സ് ആയിട്ട് സങ്കല്പിക്കുക, അതിന്റെ അകത്ത് തെളിവിരിപ്പുണ്ട്. ഞാൻ എല്ലാ ദിവസവും ബ്രദറെ എന്താ വിശ്വസിക്കുന്നത്? ആ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അല്ല, ദൈവം ഉറപ്പായും ചെയ്യും. എൻ്റെ തെളിവുണ്ട്, ദൈവം പറഞ്ഞ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലോകത്തിൽ മനുഷ്യന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ ഏറ്റവും വലിയ തെളിവ് വചനമാണ്, ദൈവത്തിന്റെ വാക്കാണ്. അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്നിട്ടും കളയാൻ പറ്റാത്ത റെക്കോർഡാണ് ബൈബിൾ. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വചനം മാറത്തില്ല. ഇത് പ്രൂഫാണ്, ഇത് തെളിവാണ്, എവിഡൻസ് ആണ്. കണ്ടോ, ആകാശമൊക്കെ മാറിപ്പോകും, ഈ ഭൂമി മാറിപ്പോകും, പക്ഷെ കർത്താവിന്റെ പ്രൂഫ്, എന്റെ കൂടെ പറ, തെളിവ് അവിടെ തന്നെ നിൽക്കുമെന്ന് പറ. തെളിവ് അവിടെ തന്നെ. അവിടെ തന്നെ നിൽക്കും. തെളിവ് അവിടെ തന്നെ നിൽക്കും. ആമേൻ. അപ്പൊ ഇതാണ് എന്റെ ധൈര്യം. അപ്പൊ ഇത് നമ്മൾ പ്രത്യാശ കേട്ടു, നമ്മൾ ഓരോ ദിവസവും ഓരോ പാർട്ടായിട്ട് കേട്ട് വരുമായിരുന്നല്ലേ. ഇന്ന് ഇതിന്റെ അവസാന ഘട്ടമാണ് ഫെയ്ത്ത്, വിശ്വാസം. അപ്പൊ ഇത് പിടിച്ചോണ്ട് വേണം പറയാനും പ്രാർത്ഥിക്കാനും. അപ്പൊ പരീക്ഷാ സമയം എന്താണ്? ബ്രദറെ, ഞാൻ കുറെ പറഞ്ഞു ബ്രദറെ, ഒരു മാറ്റവും കാണുന്നില്ല. ഇതാണ് പരീക്ഷ, ഇതാണ് പരീക്ഷാ സമയം. നോക്കിയേ, പരീക്ഷാ സമയം വരുമ്പോൾ അവർ പിൻവാങ്ങിപ്പോകുന്നു. പറഞ്ഞിട്ടും ഒന്നും കാണാൻ നമുക്ക് എപ്പോഴാ സങ്കടം വരുന്ന അറിയോ? പ്രാർത്ഥിക്കുമ്പോഴല്ല, പാട്ട് പാടുമ്പോഴല്ല, വചനം കേൾക്കുമ്പോഴല്ല, പ്രസംഗം കൈക്കൊള്ളുമ്പോഴല്ല. നമ്മൾ തളർന്നു പോകുന്നത് എപ്പോഴാ? ഒന്ന് പറഞ്ഞു, നിങ്ങൾ എപ്പോഴാ തളർന്നു പോകുന്നത്? ഒന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എപ്പോഴാ തളർന്നു പോകുന്നത്? അത് തന്നെ, കാണാതെ വരുമ്പോ നമ്മൾ തളരുന്നപ്പോഴല്ലേ. ഭർത്താവ് പറയാ, നീ എന്തിനാ പറഞ്ഞത്? നമ്മൾ തളരാറില്ല. ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ബൈബിളുമായിട്ട് പോകുന്നത്? നമ്മൾ തളരുന്നില്ല. പിള്ളേരൊക്കെ എന്തിനാ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? നാട്ടുകാർ ചോദിക്കും, നിങ്ങൾ എന്തിനാ അവിടെ ഒന്നും നമ്മൾ തളരുന്നില്ല. പക്ഷെ നമ്മൾ തളരുന്ന എവിടെയാണെന്നറിയാവോ? പ്രാർത്ഥിച്ചിട്ടും വിഷയത്തിന്റെ അകത്തൊരു മാറ്റം കാണാതെ വരുമ്പോഴാണ്. മറ്റുള്ളവർ നിന്ദിക്കുന്നത് പോട്ടെ, അവൻ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ഇനി മനഃപൂർവ്വമായിരിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട് ഹന്ന എന്തുകൊണ്ടാ കരയുന്നത്? ഹന്നയ്ക്കൊരു മാറ്റം കാണുന്നില്ല. പക്ഷെ ഹന്നയുടെ പ്രത്യേകത, ഹന്ന വിട്ടുകൊടുത്തില്ല. ഹന്ന കരയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഹന്ന വിട്ടുകൊടുത്തില്ല. ഹന്ന ഒരു തീരുമാനം എടുത്തു, എനിക്കൊരു മകനെ തന്നാൽ ഉറപ്പിച്ചോ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവനെ പ്രതിഷ്ഠിച്ചിരിക്കും. നോക്കിക്കേ, അല്ലാതെ ഹന്ന പറഞ്ഞില്ല, കർത്താവ് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ, ഇനി ഞാൻ പരിപാടി പൂട്ടാൻ വേണ്ടി പോവാണ്, ഇനി മേലെ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ വേറെ വല്ലയിടത്തും പോവാന്ന് പറഞ്ഞില്ല. തന്നാൽ ഉറപ്പാ. അതിൻ്റെ അർത്ഥം വിട്ടുകൊടുക്കുന്നില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എൻ്റെ ഒരു പ്രൂഫുണ്ട്, ദൈവം തരുന്ന ദൈവമാണ്. ഹന്നെ, ഞാൻ ചോദിച്ചോട്ടെ, ഹന്നയ്ക്ക് ഇത്രയും കിടന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നാ ഉറപ്പ്? ഞാൻ ചോദിച്ചോട്ടെ ഹന്നയോട് ചോദിക്കുക, ഹന്നെ, എന്തുകൊണ്ടാണ് ഹന്ന മടുത്തിട്ടും ക്ഷീണിച്ചിട്ടും പരീക്ഷ വന്നിട്ടും നിന്ന കേട്ടിട്ടും നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും നിങ്ങളെ പരിഹസിച്ചിട്ടും ഒക്കെ ഇട്ടിട്ട് പോകാത്ത കാര്യം? ഹന്ന പറയും, ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ കണ്ടു, സാറാമച്ചിയെ കണ്ടു, നിർജീവമായ ഗർഭാത്രം കൊണ്ട് അതിന് ജീവൻ കൊടുക്കാമെങ്കിൽ. ഞാൻ ചെറുപ്പക്കാരിയാ, അധികം പ്രായമൊന്നും എനിക്കില്ല. 100 വയസ്സുള്ള അമ്മച്ചിയുടെ ഉദരത്തെ സ്വർഗത്തിന് തുറക്കാൻ പറ്റുമെങ്കിൽ ചെറുപ്പക്കാരിയായ എൻ്റെ ഉദരത്തെ ഈസി ആയിട്ട് തമ്പുരാന് തുറക്കാം. ഇതൊരു തെളിവായിട്ട് എൻ്റെ ബൈബിളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആലയത്തിലേക്ക് ഈ ഓടിപ്പോകുന്നത്. ബൈബിൾ, അതായത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന വചനം ഒരു എവിഡൻസ് ആണ്. മലയാളത്തിലേക്ക് വരുമ്പോൾ വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. സാരമില്ല, നല്ലൊരു വാക്കാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ നിശ്ചയം, പല നിശ്ചയമുണ്ട്. നിങ്ങൾ ഓർത്തില്ല, ഞാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചു, മാറിപ്പോയി. പക്ഷെ എവിഡൻസ് എന്നൊരു പദം, അത് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭവനത്തിൽ നമ്മൾ ആരും പറയത്തില്ല അല്ലേ, നിങ്ങളുടെ പിതാവോ മാതാവോ പിള്ളേരോ ചോദിക്കുമോ, അമ്മച്ചി എവിഡൻസ് ഉണ്ടോന്ന് ചോദിക്കുമോ? ഇല്ല. അത് ഉപയോഗിക്കുന്ന സ്ഥലം കോടതിയിൽ മാത്രമാണ്.
ആ വാക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല. ദിനം പ്രതി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല എവിഡൻസ്. എവിഡൻസ് ഉപയോഗിക്കുന്ന സ്ഥലം കോടതിയാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു വാക്കാണ് എവിഡൻസ്. ഇതേ പദം തന്നെ കൊടുത്തിരിക്കുന്നത് വിശ്വാസം ഒരു എവിഡൻസ് ആണ്. എവിഡൻസ് ആണ്. എൻ്റെ കൈവശം എവിഡൻസ് ഇരിപ്പുണ്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷാ സമയം പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എവിഡൻസ് മുറുക്കെ പിടിച്ചുകൊണ്ട് പറയണം, ഇത് തെളിവാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കും എന്നതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അത് ഉയർത്തിപ്പിടിക്കണം. എങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്? എന്ന് പറ. എങ്ങനെയാണ് ആ തെളിവ് ഉയർത്തിപ്പിടിക്കുന്നത്? കോടതിയിൽ എങ്ങനെയാ തെളിവ് ഉയർത്തിപ്പിടിക്കുന്നത്? സാക്ഷ്യം വിളിച്ചു പറയണം. അവിടെ എവിഡൻസുകളെ സമർപ്പിക്കുന്നു അല്ലേ? അവിടെ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്ന ദിവസം ആ വ്യക്തി അവിടെ ഇല്ലായിരുന്നു, തെളിവ് ദേ കണ്ടോ. എവിഡൻസുകളെ ഉയർത്തിപ്പിടിക്കുന്നു. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറക്കെ വിളിച്ചു പറയണം. അതുകൊണ്ടാണ് പൂർവികന്മാര് സാക്ഷ്യം പ്രാപിച്ചത്. പൂർവ്വ പിതാക്കന്മാർ എങ്ങനെ സാക്ഷ്യം പ്രാപിച്ചു? അവർ മൗനമായിരുന്നില്ല. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതില് ചാടിക്കടക്കും. പൂർവികന്മാർ വിളിച്ചു പറഞ്ഞു, യഹോവ നമുക്കത് തരും, നമ്മൾ ജയിക്കും, ഇത് നമ്മുടെ വാഗ്ദത്തമാണ്. അവർ വിളിച്ചു പറഞ്ഞു. അവരെ മനസ്സിനെ ഇളക്കുന്ന, കരയിപ്പിക്കുന്ന, ദണ്ഡിപ്പിക്കുന്ന, പിറുപിറുക്കുന്ന ജനം അവർക്ക് ചുറ്റും നിന്നുകൊണ്ട് കരഞ്ഞു. ബൈബിൾ പറയുന്നു, മോശ പറയുന്നു, നിങ്ങൾ എന്തിന് എൻ്റെ ഹൃദയത്തെ കലക്കുന്നു? നിങ്ങൾ എന്തിന് നിലവിളിക്കുന്നു? നിങ്ങൾ എന്തിന് ഞങ്ങളെ അധൈര്യപ്പെടുത്തുന്നു? നോക്കിക്കേ. അപ്പൊ അങ്ങനെ ഒരു കൂട്ടർ അവിടെ നിൽക്കുമ്പം അവരുടെ മുമ്പിൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നമ്മൾ ആ ദേശം അവകാശമാക്കും. പൂർവികന്മാരെ കണ്ടുപിടിക്കണം. അവർക്ക് കിട്ടിയെങ്കിൽ നമുക്കും കിട്ടും. ബൈബിൾ പറഞ്ഞു, ഇതിനാലല്ലോ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പൊ അവർക്ക് കിട്ടിയെങ്കിൽ നമുക്കും കിട്ടും. നമുക്ക് ക്രിസ്തു ഉണ്ട്, അവർക്ക് ക്രിസ്തുവില്ല. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തെളിവാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസം എന്ന് പറയുന്നത് തെളിവാണ്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന തെളിവാണ് വചനം. അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ട് ബ്രദറെ എന്നല്ല പറയേണ്ടത്, എന്റെ വചനമുണ്ട് ബ്രദറെ എന്നാ പറയേണ്ടത്. ഇപ്പൊ മനസ്സിലായോ? എന്റെ കാര്യം നടക്കും ബ്രദറെ, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന്, എന്റെ തെളിവുണ്ട് ബ്രദറെ എന്ന് പറയണം. എന്റെ കൂടെ പറഞ്ഞു, എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറ. എന്റെ കയ്യിലിരിക്കുന്ന തെളിവാണെന്നൂടെ പറ. എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറ. എന്റെ തെളിവുണ്ട്. അപ്പൊ എന്റെ കൈവശം ഇരിക്കുന്ന ഈ പ്രൂഫാണ് എന്റെ ധൈര്യം. അതുകൊണ്ടാണ് ബൈബിള് നേരെ ചൊവ്വേ നമ്മൾ വായിക്കണം. ബൈബിള് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് മറന്നു പോകരുത്. അത് നമ്മുടെ ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി വെക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ നടുവിൽ ആദ്യം കരച്ചിൽ വരും, സങ്കടം വരും, വേദന വരും, ദുഃഖം വരും, പെറുപെറുപ്പൊക്കെ വരും. അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകും. എന്നിട്ട് ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആ വചനം അങ്ങോട്ട് പൊടി തട്ടി എടുത്തിട്ട് പറഞ്ഞു, കർത്താവേ അങ്ങ് പറഞ്ഞിരിക്കുന്നുണ്ട്, എനിക്കറിയാം, എൻ്റെ തെളിവുണ്ട്, എൻ്റെ രോഗം സൗഖ്യമാകും. ഉടനെ ചോദ്യം, എന്നാ തെളിവ്? എവിഡൻസ് എന്താ? ദൈവം നോക്കിക്കേ, ദൈവത്തിന്റെ മാറാത്ത വചനം ഇവിടെ അങ്ങനെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് തെളിവാണ്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതിന് തെളിവാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിൻ്റെ വചനം മാറത്തില്ല. എൻ്റെ രോഗം മാറും, എൻ്റെ ക്ഷീണം മാറും, എൻ്റെ ദാരിദ്ര്യം മാറും, എൻ്റെ പ്രതികൂലം മാറും. എന്തുകൊണ്ടെന്നാൽ വചനത്തിന് മാറാൻ കഴിയത്തില്ല. ആകാശത്തിന് മാറാൻ പറ്റും, ഭൂമിക്ക് മാറാൻ പറ്റും, രോഗത്തിന് മാറാൻ പറ്റും, ദാരിദ്ര്യത്തിന് മാറാൻ പറ്റും, പ്രതികൂലത്തിന് മാറാൻ പറ്റും, കുടുംബ കലഹത്തിന് മാറാൻ പറ്റും. ദൈവവചനത്തിന് മാറാൻ കഴിയാത്തത് കൊണ്ട് ഇത് തെളിവാണ്. ഇതുകൊണ്ടാണ് വിതയ്ക്കപ്പെട്ട വചനത്തെപ്പറ്റി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും പറയുന്നത്, ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ പിശാച് വന്ന് എടുത്തോണ്ട് പോയി. എങ്ങനെ എടുത്തോണ്ട് വന്നു? ഈ ലോകത്തിന്റെ ചിന്തകളാൽ. ഇപ്പൊ പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടും. ഇതിന്റെ പുറകെ നമ്മൾ പോകും അല്ലെ? വചനം കളഞ്ഞിട്ട് നമ്മൾ അതിന്റെ പുറകെ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോടതി ചെല്ലുമ്പോൾ വക്കീലന്മാർ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. കണ്ടിട്ടുണ്ടോ? കോടതിയിലൊക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നോക്കിയാൽ മതി, വക്കീൽ എടുത്തു വെക്കും, നിങ്ങൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നല്ലോ, നിങ്ങളെ കണ്ട തെളിവുകളുണ്ടല്ലോ. അവർ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കൺഫ്യൂഷൻ കൊണ്ടുവരും. ഉടനെ സത്യം അറിയുന്ന ആൾക്കാർ അതിൽ ഉറച്ചു നിൽക്കും, ഇല്ല ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. മറ്റേ വക്കീൽ പറയും, ഇല്ല നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു.
പുള്ളി പറയും ഉണ്ട്. കണ്ടോ, തെളിവ് ഇങ്ങനെ നിരത്തി പിടിക്കും. അപ്പൊ പിശാച് കൊണ്ടുവരുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ ചിന്തകൾ, ശക്തിയല്ല, ചിന്ത കൊണ്ടുവന്ന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? വീണ് പോകരുത്. പറയണം, ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പാ എനിക്ക് കിട്ടും. ആമേൻ. ബൈബിളിൽ അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്കത് ലഭിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണുക തന്നെ ചെയ്യും. ആമേൻ. അപ്പൊ ഇതൊരു വിശ്വാസിയുടെ അകത്തോട്ട് പ്രവേശിക്കണം. ഇതൊരു വിശ്വാസിയുടെ ഉള്ളത്തിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ, ഇത് നിങ്ങൾക്ക് തെളിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ ഒന്ന് വിശ്വസിക്കും, കാണാതെ വരുമ്പോൾ നമ്മൾ സങ്കടപ്പെടും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടത് നടക്കുന്നില്ല? ഇങ്ങനെ പറയുന്നതിൽ എളുപ്പം എന്നാണെന്നറിയാവോ? ഒരു 10-20 പ്രാവശ്യം വചനം അങ്ങോട്ട് പറ. ബ്രദറെ 20 പ്രാവശ്യം പറഞ്ഞിട്ട് ഒരു സമാധാനമില്ല, എന്നൊരു 35 പ്രാവശ്യം പറ. എന്തിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയാവോ? ആ ഹൃദയത്തിന്റെ അകത്തോട്ട് ഈ തെളിവ് അങ്ങോട്ട് ഉറക്കട്ടെ. എന്തിനത് ഉറക്കുന്നറിയാവോ? ഇത് വിശ്വാസത്തിന്റെ ബലമായിട്ട് മാറും. ഒന്നുകൂടെ ഞാൻ പറയാം, വിശ്വാസത്തിന് ബലം കൊടുക്കുന്നത് വചനമാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്, ഇപ്പൊ വിശ്വാസം കുറയുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? വിശ്വാസം കുറയുന്നത് അറിയുന്നത് ഒറ്റ വാക്കുകളിൽ, നിങ്ങൾ വചനം പറയുമ്പോൾ. വിശ്വാസം കുറയുന്നത് ഒരു വ്യക്തിക്കകത്ത് വചനം കുറയുമ്പോഴാണ്. ബ്രദർ കാര്യമൊക്കെ പറയാൻ എളുപ്പമാണ്, ബ്രദർ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ എൻ്റെ അവസ്ഥ ബ്രദറിന്, ഞാൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്നറിയോ? ഞാനൊരു കാര്യം പറയാം, ഈ വേദന നിങ്ങളെ വിഴുങ്ങത്തില്ല. തെളിവ് നോക്കുക, ബൈബിൾ പറയുന്ന തെളിവ് നോക്കുക. മിസ്രൈമിനെ കൊണ്ടുവന്ന് ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഇനി അങ്ങോട്ട് വഴിയില്ല, പുറകിൽ വലിയ സൈന്യം നിൽക്കുന്നു, അവര് പിടിക്കാൻ വേണ്ടി വരുന്നു. ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചു, ഫറവോൻ ഞങ്ങളെ പിടിക്കും, ഫറവോൻ ഞങ്ങളുടെ കഴുത്ത് വെട്ടും, ഫറവോൻ ഞങ്ങളുടെ ജഡത്തെ എന്ത് ചെയ്യും? ഈ കടലിലേക്ക് വലിച്ചെറിയും. ഉടനെ അവർ പറഞ്ഞു, മരുഭൂമിയിൽ മിസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ മോശെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അവര് പിറുപിറുത്തപ്പോൾ മോശ ഒരു വാക്ക് പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലാൽ കാണത്തില്ല. അതിന്റെ അർത്ഥം, ഈ കടലിന്റെ അപ്പുറത്തേക്ക് ഒരു വഴി തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് പറഞ്ഞത്, നിനക്ക് ഞാൻ കനാൻ തരുവെന്ന്. ഇത് തെളിവാണ്. കനാൻ തരുവെന്ന് പറഞ്ഞതൊരു തെളിവാണ്. അതിന്റെ മുമ്പിൽ വരുന്ന കടലിന്റെ കാര്യം നീ ഓർത്ത് വറിയിടാകണ്ട. അതിന്റെ മുമ്പിൽ വരുന്ന ഫറവോനെ ഓർത്ത് നീ സങ്കടപ്പെടണ്ട. അതിന്റെ മുമ്പിൽ വരുന്ന അവിടെ വരുന്ന സർപ്പത്തെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. നീ അങ്ങോട്ട് ചിന്തിക്കാതെ, അതാണ് പറഞ്ഞത്, പിശാചിന്റെ തന്ത്രം അതാണ്. ചിന്തകൾ കൊണ്ടുവന്നിടും നമ്മുടെ അകത്തോട്ട്, നമ്മളെ പരീക്ഷയിലോട്ട് കൊണ്ടുപോകും. കൺഫ്യൂഷൻ കൊണ്ടുവരുമ്പോൾ പറയണം, ഇല്ല ബൈബിളിൽ അങ്ങനെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, ആ ബൈബിളിലെ വചനത്തെ ഒന്ന് കൈ തൊട്ടേ. ആ കൈ തൊട്ടിട്ട് പറയും, ഇത് തെളിവാണ് കർത്താവേ, അങ്ങയുടെ വചനത്തിൽ ഇങ്ങനെ ഉണ്ട്, ഇതെനിക്ക് കാണും. ഞാൻ ഇത് കർത്താവിന്റെ വാക്ക, അങ്ങ് കള്ളം പറയത്തില്ല, അങ്ങ് ഭോഷ്ക് പറയുവാൻ ഞങ്ങളെപ്പോലെ മനുഷ്യരല്ലെന്ന് ബൈബിൾ പറയുന്നു. ഇത് നടക്കും, ഇത് നടക്കും, ഇത് നടക്കുമെന്ന് തന്നെ പറ. ഇത് തെളിവാന്ന് പറ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു എവിഡൻസ് ആണ്. അത്ഭുതം നടക്കും, ദൈവപ്രവൃത്തി നടക്കും, രോഗം മാറും, പ്രതിസന്ധികൾ നീങ്ങും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. സ്വർഗീയ നല്ല പിതാവേ, ഓരോ വ്യക്തികളെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി പറ, രോഗം തെളിവല്ലെന്ന് പറ. രോഗം തെളിവല്ല, വചനമാണ് തെളിവ്, സൗഖ്യമാണ് തെളിവ്. ഇപ്പോൾ എൻ്റെ ശരീരത്തിന്റെ മേൽ അത് സംഭവിക്കുന്നു. ഈ കഴുത്തിന്റെ പുറകിലായിട്ട് വേദന വന്നിട്ട് ചില സമയങ്ങളിൽ വല്ലാത്ത ഇങ്ങനെ വലിച്ചു മുറുക്കി നിൽക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകുന്ന ചിലരെ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ ആ സൗഖ്യം നടക്കുക. യേശുവിന്റെ തിരുമുറിവിനാൽ അത്ഭുത രോഗസൗഖ്യം നടക്കുക. യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു വ്യക്തിയെ കർത്താവ് എന്നൊരു അടയാളം പോലെ കാണിക്കുകയാണ്. ഈ ഒരു കർത്താവ് ഒരു കാഴ്ച കാണിക്കുകയാണ്. ഈ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാഴ്ച. ഈ കോടാലി പോലത്തെ ഒരു സംഭവം, അത് കൈതെറ്റി കാലിലോട്ട് വീണ് അത് നിമിത്തം കുറച്ച് ദിവസം വേദനയാൽ ഭാരപ്പെട്ടിരുന്നു. ആ ഒരു ഭവനത്തെ കർത്താവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ട് അടയാളം? ആ വ്യക്തി അനുഭവിച്ചൊരു കാര്യത്തെ കർത്താവ് എടുത്തു കാണിക്കുകയാണ്. സ്പെസിഫിക് ആയിട്ട് ആ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ എടുത്തു കാണിക്കുകയാണ്.
ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് കർത്താവ് പറയുന്നു. ഈ അടയാളം സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഞാൻ ഈ കാര്യം കാണുന്നതെല്ലാം അങ്ങ് പറയാൻ കാരണം നമുക്കൊരു നാണക്കേടുമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നു എന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ വ്യക്തി ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ പറഞ്ഞുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ബ്രദർ, ഞാൻ കോടാലിയിട്ട് ചക്ക വെട്ടും, എന്റെ കാലിൽ കൊണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ അവസ്ഥ സിസ്റ്ററുടെ ആണോ? ഓ, കർത്താവ് ഇന്ന് ആ ഭവനത്തെ എന്നോട് ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് ഈ ഇങ്ങനെയുള്ള അടയാളം കർത്താവ് നിങ്ങളെന്ന വ്യക്തിയെ കർത്താവ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്, വ്യക്തിയെ നിങ്ങളാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. യേശുവിന്റെ നാമത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞ കുടുംബത്തിന്റെ മേൽ നിന്ദകളെ കർത്താവ് എടുത്തു മാറ്റുന്നു. എല്ലാ പരിഹാസങ്ങളെയും യേശു എടുത്ത് മാറ്റിയിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളെ കാണുന്നവർ അതിശയത്തോടെ നോക്കുന്ന രീതിയിൽ കർത്താവ് ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ ആലോചനയെ സ്വീകരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി തീർന്നല്ലോ, അത്ഭുത സാക്ഷ്യമായി തീർന്നല്ലോ. നന്ദി പിതാവേ, നന്ദി യേശുവേ, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. നന്ദി പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യം ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. ദൈവത്തിന്റെ വലിയൊരു മഹത്വം ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് ഓരോ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നില്ല. ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശരീരത്തിന്റെ മേലേക്ക് ആ വേദനകൾ വിട്ടുമാറുന്നു. ബ്ലഡിലെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിനകത്തിൽ ഒരു കണ്ണിൻ്റെക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണ് കടിക്കുന്നത് പോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഈ തുടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ട്. വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ അനുഭവമുള്ള ഒരു കണ്ണ്, ഇടത് കണ്ണ് ആ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്ന ഇപ്പോൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യം ഇന്ന് ആ കണ്ണുകളുടെ മേൽ സംഭവിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗബന്ധനം ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നപ്പ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ യേശുവിന്റെ നാമത്തിലെ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് ആ മകനെ കർത്താവ് സ്പർശിക്കുന്നല്ലോ. ആ ഭവനത്തിന്റെ മേലുള്ള ശൂന്യമായ എല്ലാ അവസ്ഥകളെയും നീക്കി ദൈവം ഒരു സാക്ഷ്യമായ കർത്താവ് തീർക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. സൂമിലോ ലൈവിലോ ഇന്ന് ആ ഭവനം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ പറയാൻ വേണ്ടിയാണ്. എന്റെ സിസ്റ്ററിന്റെ മകനാരാ? മോനാണ് ബിസിനസ് ഇട്ടായിരുന്നു. ഈ നവംബർ മാസമായിട്ട് ബന്ധമുള്ള ആരാ? നവംബർ മാസമായിട്ട് ബന്ധമുള്ളത് ആരാ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് നവംബർ മാസത്തിലാണ് അവന്റെ ഭാര്യ, എന്റെ മോള് ജനിച്ചത്. ഈ ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ, അതെന്റെ മോളാണ്. മോളെ ഭർത്താവാണ്. മോള് ജനിച്ചത് നവംബർ മാസത്തിലാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിനെ കർത്താവ് തൊടുക കേട്ടോ. കർത്താവ് അവൻ ആള് മാറിയവനെ പോലെ ആകാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്താൽ ഇന്ന് സാക്ഷ്യമായി തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നില്ല അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇന്ന് കർത്താവ് ആലോചന കൊണ്ട് ദൈവം ഉറപ്പിക്കുന്നല്ലോ അപ്പ. നന്ദി പിതാവേ. എന്നെ കർത്താവ് മറ്റൊരു ഭവനത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ഒരു കാതിലെ കമ്മലിങ്ങനെ ഊരിയിട്ട് ഒരു വ്യക്തിക്ക് അത് കൊടുക്കുന്നതായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ആ കൊടുക്കുന്ന വ്യക്തി ഞാനിങ്ങനെ കാണുന്നത് ഊരിയിട്ട് ആ വ്യക്തിക്ക് അത് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് കൊടുത്തു. പക്ഷെ കൊടുത്തതിന് ശേഷം തിരിച്ചത് ഒരു തവണ കിട്ടി. പിന്നീട് കുറച്ച് കൊടുക്കൽ വാങ്ങലുകൾ ആ വ്യക്തിയുമായിട്ട് നടന്നു. സാമ്പത്തികമായിട്ട് പലതും ഇന്ന് വലിയൊരു കുരുക്ക് പോലെ കിടക്കുവാണ്. അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ ബ്ലോക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രണ്ടുപേരുടെ നടുവിൽ എസ് എന്ന് പറയുന്ന പേരിന്റെ ആരംഭം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്ന കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായിട്ടുള്ള ചില കുരുക്കുകൾ
ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ വിട്ട് മാറിപ്പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തി ആരാണോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ മേലുള്ള കുരുക്കിന്, സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ നിമിത്തമുണ്ടായ കുരുക്കിന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നു. ദൈവത്താൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളത് വേർതിരിക്കുന്നു. സൂമിലോ ലൈവിലോ ഇന്ന് ആ വ്യക്തി എന്ന് കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ വേണ്ടി പോവാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്താ പറയാനുള്ള സൗകര്യം അല്ലാതെ അല്ല എല്ലാരെയും മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊന്നും കേൾക്കാൻ പറ്റാതെ വരും. പറഞ്ഞു മകന്റെ മോന്റെ ബർത്ത്ഡേ നവംബറില തലമുറ ഇല്ലാതെ വിഷമിക്കുക. അപ്പം അത് ഞങ്ങൾ ഏറ്റെടുക്കും. ആമേൻ. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ ഇന്നൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് മിനിഞ്ഞാന്ന് പറഞ്ഞ ഇന്നലെയല്ല, ഇന്നേക്ക് 2 ദിവസം പുറകോട്ട് ആ കുടുംബത്തിന്റെ അകത്ത് ഒരു മകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ നടന്നൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അവിടെ ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് ബർത്ത്ഡേയുടെ ബന്ധപ്പെട്ട് മേടിച്ച പല സാധനങ്ങളും ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ആ ഹോളിൽ കിടപ്പുണ്ട് പലതും. മിനിഞ്ഞാന്നാണ് ആ കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു മോളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണുന്നത്. ഇപ്പം ഞാൻ ലൈവായിട്ട് അത് കാണുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ ആ ഭവനത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 2010 മുതൽ ഈ ഒരു സമയം വരെയും പല ജീവിതത്തിൻ്റെ അകത്ത് സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു നീറുന്ന വേദനയുമായിട്ടാണ് ആ ഭവനത്തിൽ വ്യക്തി ഇരിക്കുന്നത്. ഇപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ മേൽ പ്രതികൂലമായി നിൽക്കുന്ന സകല വിഷയങ്ങളും ഇന്ന് സാക്ഷ്യമാകാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറഞ്ഞു. 2010 മുതൽ ഈ ഒരു സമയം വരെയും തടസ്സങ്ങളായി നിന്നത് ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് അത്ഭുതമായി തീർന്നെന്ന് പറയുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ തുറക്കുവാണ്. അത്ഭുത സാക്ഷ്യം ഇന്ന് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ, അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് അത്ഭുത പറഞ്ഞു പറഞ്ഞു കേക്കത്തില്ല. എന്റെ മോടെ ബർത്ത്ഡേ ആയിരുന്നു മിനിഞ്ഞാന്ന് 14-ന്. മിനിഞ്ഞാന്ന് ഈ പറഞ്ഞ പോലെയാണ് സിസ്റ്ററെ കേട്ടതെല്ലാം കേട്ടത് അടയാളം. 2010 എന്റെ ഹസ്ബൻഡിന്റെ ബൈപ്പാസ് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഈ മിനിഞ്ഞാന്നാണോ സെലിബ്രേഷൻ നടന്നത് മോളുടെ? മീൻസ് കേക്ക് മുറിച്ചത്? ആക്ച്വലി മോൾ ഇവിടെ ഇല്ല, മോൾ ഓസ്ട്രേലിയയിലാണ്. മോൾ അവിടെ കേക്ക് മുറിച്ച് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. 14th മെയ്യിലായിരുന്നു മോളുടെ ബർത്ത്ഡേ. യേശുവിന്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് 2010 മുതൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധിയെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൽ നിന്ന് മാറ്റിവിടുന്നു. ആ മോൾ എവിടെയാണോ ഉള്ളത്, ഈ കേക്ക് മുറിച്ച സെലിബ്രേറ്റ് ചെയ്ത മോൾ എവിടെയാണോ ഉള്ളത്, ആ ഭവനത്തിൽ ആ വ്യക്തിയുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യം ഇന്നവിടെ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ. ഓ യേശുവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അനിലും അതേ കുടുംബത്തിൽ അനിലും അജയനുമുള്ള
ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് വ്യക്തികളുമായി കണക്ട് ചെയ്ത് കർത്താവ് ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ മേലുള്ള ചില കുരുക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനിലും അജയനെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കർത്താവെ, ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സമാധാനവും സ്വസ്ഥതയും ആ കുടുംബത്തിൻ്റെ മേൽ വാഴുന്നല്ലോ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ നീങ്ങുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഏത് ഭവനമാണോ, ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഏറ്റെടുത്താട്ടെ. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു സാക്ഷ്യത്തെ ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോകുന്നു. സകല പ്രതിസന്ധികളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നപ്പ നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം പറഞ്ഞു പറഞ്ഞു ഹലോ ബ്രദറെ, എന്റെ മക്കളാണ് ബ്രദറെ, 2 തലമുറകൾ, അനിലും അജിത്തും. അനിലും അജിത്തും. അജയ് എന്നുള്ളതാരാ? അജയൻ. അജയനാണ്. അനിലും അജിത്തും എന്റെ 2 മക്കളാണ്. അനിലും അജയൻ സിസ്റ്റർ, അനിലും അജയൻ എന്നുള്ളൊരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തെയാണ് കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നത്. അനിലും അജയൻ എന്നാണ് കാണിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അവരുടെ മേൽ ഞാൻ കാണുന്നൊരു കാഴ്ച. ബ്രദറെ, അത് എന്റെ അങ്കിളിന്റെ മക്കളാണ്, അനിലും അജയും. ഈ പറഞ്ഞ 2 ആൾക്കാര് അതെ അതെ അതെ. ഞാൻ കാണിച്ചത് അവരുടെ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക് അവരുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, അവരുടെ വിളിച്ചു പറയണം. ആ സ്ഥലത്തിന്റെ അകത്ത് അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ അകത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അവരുടെ ജീവിതത്തിന്റെ അകത്ത് നിരാശകളെയും പരാജയങ്ങളെയും ഇട്ട് സ്വസ്ഥത കൊടുക്കാത്തൊരു വിഷയമുണ്ട്. ആ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുമെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ വിളിച്ചിപ്പോ തന്നെ പറഞ്ഞു കേട്ടോ. അവർക്ക് ഇത് അയച്ചു കൊടുക്കണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും, അത്ഭുതമാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. നന്ദി കർത്താവേ, നന്ദി പിതാവേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ ശക്തിക്കായി നന്ദി പറയുന്നു, വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങൾ അത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോ സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ, സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ഞങ്ങളിപ്പോൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ദകൾ മാറട്ടെ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു വാക്ക് പറയാണ്. ഈ അക്ബർ എന്ന് പറയുന്ന ഒരു ട്രാവൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ബ്ലോക്കായി കിടക്കുന്ന ചില മേഖലകളെ ഇന്ന് ഈ ഒരു സമയത്ത് അതിന് വലിയ ഡെലിവറൻസ് സംഭവിക്കുന്നു എന്ന് പറയുന്നു. ആ വ്യക്തി ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ 4 മാസമായിട്ട് അതിൻ്റെ അകത്ത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് ഇതിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചാട്ടെ. സകല തടസ്സങ്ങളും നീങ്ങി ദൈവത്താൽ ഒരു പ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ കുരുക്കുകൾ പൊട്ടട്ടെ, സകല പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. ദൈവത്താൽ നന്മയായി തുറക്കട്ടെ. കർത്താവ്, ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആലോചന ഈ സൂമിൽ ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയെ. യൂട്യൂബിലോ മറ്റ് ലൈവിലോ കാണുന്നവരെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ആ യാത്രകളുടെ തടസ്സങ്ങളെ നീക്കി ദൈവം രാജ്യങ്ങളുടെ നന്മ തുറക്കാൻ വേണ്ടി പോകുന്നു. നഷ്ടപ്പെട്ടു പോയ നന്മകൾ മടങ്ങി വരാൻ വേണ്ടി പോകുന്നു. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ നന്ദി പിതാവേ, നന്ദി കർത്താവേ. അങ്ങയുടെ സാക്ഷ്യമായി ഓരോ വ്യക്തികളുടെ ജീവിതവും മാറട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവേ, അങ്ങ് തുറക്കുന്ന എല്ലാ വഴികൾക്കുമായിട്ട് നന്ദി പറയുന്നു. നന്മയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഇന്ന് ഈ ആലോചനകൾ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ, അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.
ആമേൻ. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരും മറ്റ് സൗഖ്യങ്ങൾ ലഭിച്ചവരും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ അറിയിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ ശക്തനാണ്. നമുക്ക് ഈ സമയം കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോട്ടെ. സ്വർഗീയ നല്ല പിതാവ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. ആ വിതച്ചവരുടെ അനുഗ്രഹത്തെ ഇപ്പോൾ തന്നെ കർത്താവ് തുറക്കുന്നല്ലോ. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷ്യമായി കർത്താവ് തീർക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. കർത്താവ് തുറക്കുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റിക്കൊണ്ട് പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ ട്രിവാൻഡ്രമാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ മിനിഞ്ഞാന്നാണ്. അപ്പൊ അവളിപ്പോ ബർത്ത്ഡേക്കൊരു ഡ്രസ്സൊക്കെ ഇപ്പൊ അയൺ ചെയ്ത് ഇവരെ ഞാനും എൻ്റെ മോളും ഉള്ളു. വളരെയധികം ജീവിതത്തിൽ വിഷമങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്ത ദിവസത്തെ കർത്താവ് ഒരു സാക്ഷിവാക്കി മാറ്റും കേട്ടോ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുന്നു. പറഞ്ഞു. അനാവശ്യമായിട്ടുള്ള എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റുക. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഞാനൊരു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു. ഇന്ന് രാവിലെ എന്റെ വീടിനടുത്തുള്ള സഹോദരി ഇതിൽ കൂടുന്ന സിസ്റ്റർ എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്ന് വചനം അപ്പുറം ഞങ്ങളുടെ തൊട്ടപ്പുറം ഞങ്ങൾ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, പെട്ടെന്ന് എന്റെ എവിടുന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഞാൻ മീൻ കൂട്ടിയില്ല. മുള്ളാണോ എന്തോ ഒരു വസ്തു എന്റെ അകത്തു നിന്ന് തൊണ്ടയിൽ വന്ന് കുടുങ്ങി. ശരിക്കും അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഒത്തിരി ചിന്തിച്ചത് എവിടുന്ന് എങ്ങനെ ഇത് വന്നു എന്ന് എനിക്ക് ഇങ്ങനെ ഒത്തിരി ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഇത് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വചനം, കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇങ്ങനെ കുറെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാനത് അത് ശ്രദ്ധിക്കത്തില്ല, എന്റെ ദൈവം അതിലേക്ക് എടുത്ത് മാറ്റിക്കളയുന്നു പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ ജോലിയായിട്ട് ഇതായി. ഞാൻ പിന്നെ ഈ കാര്യം ഓർത്തില്ല ബ്രദറെ. രാത്രി ഇപ്പൊ കഴിക്കാൻ നിന്നപ്പോഴും ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ശരിക്കും ഇപ്പൊ അവിടെ ഇല്ല അതാ മുള്ളു. മുള്ളാണോ എന്ത് വസ്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ അതെന്റെ തൊണ്ടയിലില്ല. ശരിക്കും എന്റെ ദൈവം ഒരു അത്ഭുതം. അത് എങ്ങനെ വന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ ദൈവം അത് എടുത്തു മാറ്റി. നന്ദി കർത്താവ്. എന്ന് പ്രിയസ് പറഞ്ഞ പോലെ തന്നെ കർത്താവ് കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ വേദനയാൽ ഭാരപ്പെട്ടു. കർത്താവ് ഇന്ന് പൂർണ്ണ സൗഖ്യം പറഞ്ഞ പോലെ മുള്ളുപോലെ ഇന്നൊരു അവസ്ഥയായിരുന്നു. എന്നാൽ വചനം പിന്നെയും തുടർമാനമായിട്ട് പറഞ്ഞു. ആ വിഷയത്തിന് മേൽ അത്ഭുതകരമായ വിടുതലിനെ കർത്താവ് ചെയ്യുവാൻ ഇടയായി തീർന്നു. വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് തുറന്നു. ഇനിയും സിസ്റ്റർ തുടർമാനമായിട്ട് വചനം പറയുക. കർത്താവ് പുതുവഴികളെ തുറക്കുവാൻ ശക്തനാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഞാന് ഞങ്ങളുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു അങ്കിൾ താമസിക്കുന്നത്. അപ്പം ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്ററെ. ഓഡിയോ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതെ അല്ല, അങ്കിള് കഴിഞ്ഞ ദിവസം 1 മാസക്കാലമായിട്ട് ശ്രീചിത്രയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹാർട്ടിന് വേണ്ടി ഒരു സർജറിക്ക് അഡ്മിറ്റ് ആയി കിടക്കുമായിരുന്നു. അപ്പം പേസ് മേക്കറിന് ഇൻഫെക്ഷൻ വന്നിട്ട് അത് കുറയാതിരുന്നത് കൊണ്ടാണ് അവർ അഡ്മിറ്റ് ആക്കി അവിടെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തന്നെ അവര് സർജറിക്ക് ഡേറ്റ് ഇങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഇന്നലെ പെട്ടെന്ന് തന്നെ അവർക്കൊരു സമയം കിട്ടി. ആ അങ്കിളിന് വേണ്ടി സർജറി ചെയ്തു. അത് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. അഡ്മിറ്റ് ആക്കി, ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അഡ്മിറ്റ് ആക്കി വളരെ ബുദ്ധിമുട്ടി. അവര് കുറച്ച് വന്നിട്ടാണ് സർജറി ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 3 പ്രാവശ്യത്തോളം അവര് പല പ്രാവശ്യമായിട്ട് നോക്കിയിട്ടും പറ്റിയില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്റെ കസിൻസ് അവരെല്ലാരും കൂടെ വന്നിട്ട് ഞങ്ങളൊരു
വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ നമ്മൾ വചനം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലിങ്ങനെ ഈ അങ്കിളിന് വേണ്ടി കൊടുക്കാനായിട്ട് എനിക്ക് ദൈവം വചനം ഈ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കാൻ വന്നിരുന്നത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടി ഉദിക്കും. കറക്റ്റായിട്ട് ആ ഒരു വാക്യം കിട്ടിയത് വെച്ച് ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വചനം പറയുന്നുണ്ടായിരുന്നു. ഇതിനോടൊപ്പം ഈ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് ടങ് പ്രയറും കൂടി ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം ദൈവമുഖാന്തരം ഞങ്ങൾക്ക് ഈ അങ്കിളിന് വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭൗതികമായ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഇത് പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഇന്നലെ സമയത്ത് തന്നെ ടൈമിൽ തന്നെ ആ സർജറി നടന്നു. ഇന്ന് തന്നെ ഡിസ്ചാർജുമായി. ദൈവം അത് വലിയൊരു സാക്ഷ്യമായിട്ട് പറയാനായിട്ട് സഹായിച്ചു. ആമേൻ. നന്ദി കർത്താവേ. എന്ന് പ്രേസ് പറഞ്ഞ പോലെ തന്നെ ആ വലിയ പ്രതിസന്ധിയിൽ നിന്നും പ്രിയമക്കൾ എന്ന വചനം പറയാൻ തുടങ്ങി, ആ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങി. ഇന്നൊരു സാക്ഷ്യമാക്കി കർത്താവ് അത് മാറ്റിയല്ലോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും ഇനിയും കർത്താവ് നന്മകളാൽ നിറയ്ക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു. ഞാന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രദർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഒരു വല്യമ്മച്ചിയെ സ്വപ്നം കണ്ടു, മരിച്ചുപോയ ഒരു വല്യമ്മച്ചിയെ സ്വപ്നം കണ്ടത്. അത് ആക്ച്വലി ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും അതുമാതിരി ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് ഏറ്റെടുത്തു. എനിക്ക് അതിനുശേഷം ഭയങ്കര, ഞാനിങ്ങനെ എൻ്റെ മരിച്ചുപോയ അമ്മയുടെ അമ്മേനെയാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ബ്രദർ അത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് അങ്ങനെ ഒരു മാനസികമായ ബുദ്ധിമുട്ടുകളോ അതുമാതിരി പിന്നീട് സ്വപ്നം കാണുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നാണ് എനിക്ക് പറയാൻ പറ്റിയത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നന്ദി കർത്താവെ. പ്രിയസ് പറഞ്ഞ പോലെ സ്വപ്നത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ചിന്തകളെ കൊണ്ടുവന്നിട്ട് ഭാരത്തെ കൊണ്ടുവന്ന് നോക്കി പിശാചിന്റെ തന്ത്രത്തെ കർത്താവ് അത് വെളിപ്പെടുത്തി. പ്രേമാക്കു കൊടുത്ത ഡെലിവറൻസിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഇനിയും സമൃദ്ധമായിട്ട് നടക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് പറഞ്ഞു ലോർഡ്. സിസ്റ്റർ. ബ്രദറെ, ഞാനൊരു പറഞ്ഞു സാക്ഷ്യം പറയട്ടെ. പറഞ്ഞു. ബ്രദറെ, ജനുവരി മാസത്തിൽ ഒരു ദൂത് പറഞ്ഞിരുന്നു. ഒരു വീട്ടിലെ ശ്യാമും ശരത്തും ഒരേ വീട്ടിലെ തന്നെ ചേട്ടനും അനിയനും അവരെ കർത്താവ് തൊടുന്നു എന്നൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പൊ അത് എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ മക്കളാണത്. അപ്പൊ ഞാനത് ഏറ്റെടുത്ത പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ ആ ശരത്ത് എന്ന് പറയുന്ന കൊച്ചിന് ക്യാൻസർ ആയിരുന്നു. അതിന് 28 വയസ്സുള്ളപ്പോ മുതൽ തുടങ്ങിയതാണ്. ഇപ്പൊ അതിന് 33 വയസ്സുണ്ട്. അപ്പൊ ഞാനിത് അവരെങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു. അവളെ ചേച്ചിയോട് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ആഴ്ച അവര് ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കിന് ഈ മകന് പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ശരത്തിന് ജോലിക്ക് പോകണം, ഒരു കുടുംബജീവിതമൊക്കെ ആകാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ കൊച്ചിന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഇന്ന പോണക്ക് മോന് സൗഖ്യമായി, പ്രാർത്ഥിക്കുന്ന എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ് മോന് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം, അവനൊരു കുടുംബജീവിതം, ഒരു ജോലി ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവര് വീണ്ടും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ മകനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. കർത്താവ് ജനുവരി മാസത്തിലല്ലേ, ജനുവരി മാസത്തില് പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ആലോചന പറഞ്ഞു. ശരത്തിനെയും ഷ്യാമിനെയും 2 വ്യക്തികളെ കാണിച്ചിട്ട് പറഞ്ഞ ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. പ്രേസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവരെ വിളിച്ച് അപ്പം തന്നെ അറിയിച്ചു. ഇതേപോലെ എപ്പോഴാണ് പറഞ്ഞത്, ക്യാൻസർ ആയിരുന്നു, രോഗത്തിന്റെ അവസ്ഥയിലായിരുന്നു. അവരോട് അത് പറയാൻ ഇടയായി തീർന്നു. അവർ ആലോചന ഏറ്റെടുത്ത് വിശ്വസിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ദിവസം ഡോക്ടർ എന്ന് പറഞ്ഞു ക്യാൻസറിന്റെ ഒരു തരി പോലും അവിടെ ഇല്ല, സാധാരണ മനുഷ്യരെ പോലെ ജോലി ചെയ്യാം, വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവ് ആ വ്യക്തിയുടെ ജീവനെയാണ് തൊട്ടിരിക്കുന്നത്. ആ ആലോചനയിലൂടെ അവർ ഏറ്റെടുത്തതിലൂടെ ആ പ്രവചന നിവൃത്തി കാണുവാൻ സഹായിച്ചു. ദീർഘായുസ് കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി കർത്താവ് ഇനിയും ഉപയോഗിക്കും. ഇതേപോലെ ഭയം കൂടാതെ ആലോചനകൾ, നിങ്ങൾ എല്ലാവർക്കും അതൊരു പാഠമാണ്. ഇതേപോലെ നിങ്ങൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും ഇതേപോലെ അറിയിക്കുക. കർത്താവ് വലിയ വലിയ സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, ഒരു കാര്യം കൂടെ. അപ്പൊ അവരുടെ വീടൊക്കെ അവര് വിറ്റു. അവരിപ്പം വാടകയ്ക്കാ താമസിക്കുന്നത്. അപ്പൊ അവർക്കൊരു സ്വന്തമായിട്ടൊരു വീട് വേണം, കുഞ്ഞിന് ഒരു ജോലി, അവനൊരു വിവാഹം, ഇതൊക്കെയാണ് അവരുടെ ഒരു ആവശ്യം. അവര് പ്രാർത്ഥന വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കും.
അതെല്ലാം നടക്കുന്ന സിസ്റ്റർ. അവരെ ബലപ്പെടുത്തണം, വചനം കേൾക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് സൗഖ്യം കർത്താവ് ആലോചന, ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ, മുൻപരിചയമില്ലാത്ത വ്യക്തിയെ കർത്താവ് ആലോചനയോടെ തൊട്ടെങ്കിൽ ഇന്ന് കർത്താവിന്റെ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടായി. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചോളാൻ പറ. ദൈവം ഉറപ്പായിട്ടും ഭവനങ്ങളെ തരുന്ന ദൈവമാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ശരി, ഓക്കെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു ഒരു സാക്ഷി ഉണ്ടായിരുന്നു ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. അതെ, കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഭയങ്കര ഒരു വയറുവേദന വന്നു. ഒപ്പം തണ്ടല കഴുപ്പൊക്കെ വന്നിട്ട് എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റാണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പൊ ഡോക്ടർ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടപ്പോ ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അത് 3 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ, എന്നിട്ട് റിസൾട്ട് ആയിട്ട് വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ആ 3 ദിവസം കഴിഞ്ഞപ്പോ റിസൾട്ട് വാങ്ങിച്ച് ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ അത് കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും കൂടി എനിക്ക് എന്റെ ബുദ്ധിമുട്ടുകൾക്ക് കുറവുണ്ടായിരുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു അന്നെങ്കിൽ ഇനി ഒരു സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നായിരുന്നു സ്കാൻ ചെയ്തിരുന്നത്. അപ്പൊ സ്കാൻ ചെയ്യാൻ ചെന്നിരിക്കുമ്പോ ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എന്റെ ഈശോ ഞാൻ സ്കാൻ ചെയ്യാൻ പോവാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത് എന്നിൽ നിന്ന് മാറ്റി കളയണം, എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്കാൻ ചെയ്യാതിരിക്കുമ്പോ സ്കാൻ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതായിരുന്നു. ഇതിന്റെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ എന്നോട് ഒരു കുഴപ്പമില്ലാന്ന് പറയണം, പേടിക്കണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്കാനിങ് കഴിഞ്ഞു. റിസൾട്ട് കിട്ടി. ഡോക്ടറെ വീണ്ടും കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല, നിങ്ങക്ക് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി. ഞാൻ വിചാരിച്ച പോലെ തന്നെ കേൾക്കാൻ സാധിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കി കൃപയ്ക്കെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറയുവാൻ തക്കോണം ഇടയാക്കി തീർന്നു. കർത്താവ് ഇടപെട്ട കൃപയ്ക്ക് നന്ദി. പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്ത കൃപയ്ക്ക് നന്ദി. വേദനയിൽ നിന്ന് ദൈവം വിടിപ്പിച്ചതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇത് അനേകരുടെ സാക്ഷ്യം പറയണം, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ഭുത സൗഖ്യങ്ങളായി കർത്താവ് നിറയ്ക്കാൻ ഇടയായി തീരും കേട്ടോ. ശരി ശരി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഞാന് ബാംഗ്ലൂരിൽ നിന്ന് എന്റെ മോളുമായിട്ട് തിരിച്ച് വരാന് ഞാന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ ഞങ്ങക്ക് ട്രെയിനിൽ നോക്കിയിട്ട് ഞങ്ങക്ക് കിട്ടുന്നില്ലായിരുന്നു ടിക്കറ്റ്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാ ബസ്സിന് ഇങ്ങി പോരാമെന്ന്. അപ്പം ബസ്സിനാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ രണ്ട് ബോക്സ് ആണുള്ളത്, പെട്ടി. അപ്പൊ ആ വലിയ പെട്ടി കൊണ്ടൊന്നും നമുക്ക് ആ ബസ്സിൽ കയറാൻ അവർ സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ട്രെയിനിന് അങ്ങ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ മോളോട് പറഞ്ഞു. അപ്പം മോള് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ ഞങ്ങക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാ 14 കിടക്കുന്നത്, 13 14. അപ്പം തത്താല കിട്ടിയത്. അപ്പം അത് മോള് പറഞ്ഞു അത്രയും മമ്മി അത് കിട്ടാൻ ഒട്ടും ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു നീ ടിക്കറ്റ് ബുക്ക് ചെയ്യ്, ദൈവം നമ്മളെ കരുതിക്കൊള്ളും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം രാവിലെ ആയിട്ടും ഞങ്ങള് രാത്രിയിലാണ് ബുക്ക് ചെയ്തേ. അപ്പം രാവിലെ ആയിട്ടും അതൊട്ടും ആകെ 9:09 ഉള്ളൂ. അപ്പം മോള് അത് എക്സാം എഴുതിയിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി അത് എങ്ങനെ പോകും, നമ്മള് ടിക്കറ്റ് ഒന്നും ആയില്ല, എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയത്തിൽ അവള് പോയപ്പോ ഞാൻ പറഞ്ഞു, മോളെ നീ ധൈര്യമായിട്ട് പോയി തിരിച്ചു വാ, ഇത് ദൈവം കരുതിക്കൊള്ളൂ. വിശ്വാസത്തോട് നമുക്ക് ഇറങ്ങാം, ദൈവം നമ്മളെ കരുതിക്കൊള്ളൂ എന്ന് ഞാൻ നല്ല ധൈര്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ദൈവം തന്നെ ഒരു കൃപ തന്നു. അപ്പൊ മോള് കോളേജിൽ പോയിട്ട് തിരിച്ച് വരുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങുന്നേ, എന്റെ ലഗേജ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങി. പക്ഷെ അവിടെ ചെന്നപ്പം ഞങ്ങളുടെ കൺഫേം ആയിരുന്നു ടിക്കറ്റ്. അത് ദൈവം അത്ഭുതം ചെയ്തു. അതാ എന്റെ ഒരു വലിയ സാക്ഷ്യം. അത് മോള് പറഞ്ഞു ഒട്ടും കിട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇറങ്ങാം. അപ്പം അങ്ങനെ വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാകുന്നെന്ന് ആ ഒരു വചനം എന്നെ ബലപ്പെടുത്തുവാനിടയായി. സ്തോത്രം.
തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റാനിടയായി തീർന്നല്ലോ. വലിയ പ്രവൃത്തികളെ കർത്താവ് നിറയ്ക്കുന്നല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിൽ രാവിലെയാണ്. സൺഡേ മീറ്റിംഗ് രാവിലെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം 3 മണിക്കാണ്, നമ്മുടെ വൈകുന്നേരം 3 മണിക്കാണ്. അതിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ സൂം പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഓർത്തപ്പുറം എസ്റ്ററെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം എന്നതും ആശിക്കുന്നവർ സാഹചര്യങ്ങൾ വിപരീതമാണെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അത് കാണുവാൻ കർത്താവ് കൃപ കൊടുത്തു. ഇനിയും കർത്താവ് സാക്ഷ്യങ്ങളാൽ നിറയ്ക്കുവാനാകട്ടെ. അപ്പം നാളെ പ്രാർത്ഥന വൈകുന്നേരമില്ല. നാളത്തെ പ്രാർത്ഥന ഞാനത് തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, ഗ്രൂപ്പിലിട്ടേക്കാം. ആഗ്രഹിക്കുന്നുള്ളവർ നേരത്തെ പങ്കുചേരുക. വൈകുന്നേരം 3 മണിക്കാണ്, സൂമിലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു ബ്രദർ പറഞ്ഞു സിസ്റ്ററെ. എന്നോട് ഞാൻ ഇന്നലെ ഞാനൊരു പ്രാർത്ഥനാ സഹായം ഞാൻ എൻ്റെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ 30 വർഷമായ വസ്തുവിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായി, വാങ്ങിച്ചതിൽ ബുദ്ധിമുട്ടുണ്ടായെന്നും ബ്രദർ പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും മുറികളിൽ പ്രാർത്ഥിക്കാനും ഒക്കെ പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ചു കിടന്നു. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റി. സിസ്റ്റർ ഇങ്ങനെ വേണം, കർത്താവ് എൻ്റെ ഉള്ളത്തിൽ സകല ബുദ്ധിയും കവിയുന്ന കർത്താവിൻ ബ്രദറിന്റെ പ്രാർത്ഥന എന്നിൽ നിന്ന് എന്തോ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് കറങ്ങിക്കൊണ്ടേ. അതുപോലെ ബ്രദർ മുമ്പേ ആലോചന പറഞ്ഞ സമയത്ത് കണ്ണിനകത്ത് വേദനയുള്ള ഒരാളുടെ കാര്യം പറഞ്ഞു. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. അന്നേരം അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇത് അഴിഞ്ഞ് മയക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ കണ്ണിന് എനിക്ക് ഗ്ലോക്കോമിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ കണ്ണിനകത്ത് പ്രഷർ കൂടിയിട്ട് ഭയങ്കര വേദനയായിരുന്നു കുറച്ച് സമയം മുമ്പ്. അപ്പൊ ആ ബ്രദർ ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ണിന് വേദനയുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോ വചനം പറഞ്ഞ് ഇങ്ങനെ എന്റെ കുഞ്ഞുങ്ങളോടും പറഞ്ഞ് അവരുടെ കയ്യിൽ ബൈബിള് കൊടുത്തിട്ട് ഞാൻ ഓരോ മുറിയിലും കയറി അവരോട് സന്ധ്യാസമയം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ മുറിയിലും നിങ്ങൾ പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞു. ഞാൻ അവരോടൊപ്പം പറഞ്ഞ് പ്രാർത്ഥിച്ചു, അതിനുശേഷം മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തോ എന്നിൽ നിന്ന് അഴിഞ്ഞഴിഞ്ഞ് പോകുന്നു, എന്തൊക്കെയോ അഴിഞ്ഞഴിഞ്ഞ് പോകുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മിനിഞ്ഞാന്നും ബ്രദർ പറഞ്ഞൊരു ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞില്ലേ. ഹലോ ഹലോ ബർത്ത്ഡേ മിനിഞ്ഞാന്ന് 14-ാം തീയതി എന്റെ ബർത്ത്ഡേ. പക്ഷെ കാര്യമായിട്ട് ആഘോഷം, പക്ഷെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി 10-ലാണ് എന്റെ വിവാഹം കഴിഞ്ഞത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്താ പറയാ ഒരു സന്തോഷം എന്ന് പറയാൻ, അതിന് മുമ്പ് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ജോലി നഷ്ടപ്പെട്ടു. ജീവിതത്തിൽ ഈ കല്യാണത്തോടു കൂടി കടന്നു പോകാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇന്ന നിമിഷം വരെ ഇല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ ബ്രദറിനെ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ, മാനസികാവസ്ഥയിലൂടെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്തൊക്കെയോ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പ്രവർത്തിച്ചുകൊണ്ടേ വരുന്നുണ്ടെന്ന് അറിയാം. വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് സാക്ഷിയായിട്ട് മാറ്റി സിസ്റ്ററെ വചനങ്ങൾ ഏറ്റുപറയുക. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം എൻ്റെ ഉള്ളത്തിൽ തന്നതിന് നന്ദി മാത്രം പറയുക. കർത്താവ് അത് നിറയ്ക്കും, ദൈവം അത് നടത്തും, സാക്ഷ്യമാക്കി സ്വർഗ്ഗം അത് മാറ്റും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ കേൾക്കാം. നാളെ നമുക്ക് സൂമിലാണ് പ്രാർത്ഥന, സൺഡേ മീറ്റിംഗ് ആണ്. ഇവിടുത്തെ സമയം രാവിലെ 10:30-ക്കും ഇന്ത്യൻ സമയം 3 മണിക്കുമാണ്. അപ്പോൾ അതനുസരിച്ച് 3 മണി വൈകുന്നേരം 3 മണിയാണ്. അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ലൈവിലോ കാണുന്നവർക്ക് നിങ്ങൾക്ക് സൂമിൽ പങ്കുചേരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സമാധാനത്തോടെ ആയിരിക്കുക.